എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ചേന കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചേന കൃഷിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില പൊടിക്കൈകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചേന എത്ര വലിപ്പമുള്ളതാണേലും പ്രശ്നമില്ല. നമുക്ക് ഒരു ചാനാണ് ഒരു പീസായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന് ചുറ്റും വിത്ത് മുളയ്ക്കാനായിട്ട് ഇതിൻ്റെ കണ്ണ് നമ്മൾ കുത്തിക്കളയണം. കണ്ണ് കുത്തിക്കളഞ്ഞില്ലെങ്കിൽ ഈ കണ്ണിൻ്റെ അവിടെ നിന്നായിരിക്കും മുള വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് കണ്ണ് കുത്തിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് വെയിലത്ത് വെക്കണം. കുറച്ച് ദിവസത്തേക്ക് മലർത്തി, അതായത് ഇതിൻ്റെ നീരൊന്ന് വലിയാനായിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് വെക്കുക. അതിനുശേഷം തണലുള്ള ഏതെങ്കിലും സ്ഥലത്ത്, നമ്മുടെ പെരയ്ക്കകത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെയിൽ കൊള്ളാത്ത എവിടെയെങ്കിലും കമിഴ്ത്തി കുറച്ച് ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ അത് മാക്സിമം ഒരു മാസം വരെയൊക്കെ ഇരിക്കും. ഒരു മാസമൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 15 ദിവസം മുതൽ ഒരു മാസം വരെ ആകുമ്പോൾ ഈ നമ്മൾ കുത്തിക്കളഞ്ഞ ആ കണ്ണിൻ്റെ ചുറ്റും മുളകൾ വരാൻ തുടങ്ങും. ആ മുളകളാണ് അതിലേറ്റവും കരുത്തുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ടുള്ള പീസ് മുറിക്കേണ്ടത്. അത് മുറിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. ഒരു ചാണായിരിക്കണം ഒരു കഷ്ണം ഉണ്ടാവേണ്ടത്. ഇങ്ങനെ മുറിച്ച് വെച്ച പീസുകൾ ഇളക്കമുള്ള മണ്ണിൽ, അതായത് നമ്മൾ നടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അതിൻ്റെ മുള വന്ന ഭാഗം വരെയും മണ്ണിട്ട് മൂടണം. അതിനുശേഷം, അതായത് മണ്ണിട്ട് മൂടുമ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി അതിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. എന്നിട്ട് അത്രയും ഭാഗം മുള മുകളിലാകത്തക്ക രീതിയിൽ വരെയും മണ്ണിട്ട് മൂടി നിർത്തുക. എന്നിട്ട് കരിയില കൊണ്ട് മൂടിയിടുക. ധാരാളം കരിയില വാരി മൂടിയിട്ടിട്ട് അതിന് ഒരടി മാറ്റി മേൽമണ്ണായിട്ട് ഉപയോഗിക്കുന്ന മണ്ണിനോടൊപ്പം കുറച്ച് സെറാമിലും കൂടെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷിയായിരുന്നു ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കാര്യമായ പൈസ മുടക്കൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു ചെയ്തത്. എങ്കിൽ പോലും എനിക്ക് 9-10 കിലോ ഉള്ള ചേനകളാണ് കൂടുതൽ ലഭിച്ചത്. നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. കാരണം വളരെ ലാഭകരമാണ്. നമ്മളിനി വീട്ടിൽ ഒരു ചേനയോ 2 ചേനയോ നടുകയാണെങ്കിലും ഇത് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞു തരാം. മറ്റു വിളകളെ അപേക്ഷിച്ച് ഇതിന് പരിചരണവും കുറവുമതി ലാഭകരവുമാണ്. നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.